നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇരട്ട ഗോളുകളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അൽ ഫൈഹയ്ക്കെതിരെ നേടിയത്. ആ ബ്രേസിൻ്റെ ബലത്തിലാണ് അൽ നസർ വിജയിച്ച് കയറിയത്. ഈ മനുഷ്യനോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുമോ, നിങ്ങൾക്ക് 40 കഴിഞ്ഞു, പ്രായമായി എന്ന്? സിയാസവും പറയുന്നത് എന്താണെന്നറിയോ? എത്ര കാലം കളി തുടരുമെന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ കാലുകൾ അനുവദിക്കുന്നത് വരെ, എൻ്റെ കാലുകൾ തളരുന്നത് വരെ, മതി എന്ന് എൻ്റെ കാലുകൾ പറയുന്നത് വരെ ഞാൻ കളി തുടരുമെന്നാണ് ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുന്നത്. ഒരു നീണ്ട ഫുട്ബോൾ കരിയർ ഓൺലി വിത്ത് പാഷൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അൽ ഫൈഹയ്ക്കെതിരെയുള്ള കളിക്ക് ശേഷം അദ്ദേഹം സംസാരിച്ച വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ്. അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു, ഒരു ലോങ് ഫുട്ബോൾ കരിയർ അത് സാധ്യമാവുന്നത് പാഷനിലൂടെ മാത്രമാണ്. ഇപ്പോഴും എനിക്ക് ആ പാഷനുണ്ട്. എനിക്ക് കളി തുടരണം. എൻ്റെ കാലുകൾ അനുവദിക്കുന്നത് വരെ ഞാൻ കളി തുടരുക തന്നെ ചെയ്യും. ഇങ്ങനെ തന്നെ ഞങ്ങൾക്ക് മുന്നോട്ട് പോവുകയും വേണം. ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മികച്ച വിജയമാണ്. ഇപ്പം ടേബിളിൽ ഞങ്ങൾ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. പക്ഷേ ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുക. സീസൺ വളരെ നീണ്ടതാണ്. സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഹാർട്ട് ബീറ്റ് കുറച്ച് ഫാസ്റ്ററാണ്, മുമ്പുള്ളതിനേക്കാൾ കുറച്ചുകൂടി ഫാസ്റ്ററാണെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഫുട്ബോളാണ്, എൻ്റെ ജീവിതമാണ്. 22 വർഷമായിട്ട് ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്നു. ഞാൻ വളരെയധികം ഹാപ്പിയാണ്. പിന്നെ ഈ 2 ഗോളുകളെ കുറിച്ച് പറഞ്ഞാൽ, ഗോൾ അടിക്കുക എന്നുള്ളത് എപ്പോഴും വളരെ നല്ല കാര്യമാണ്. ഞാൻ വളരെ സന്തോഷവാനാണ് അതിൽ. പക്ഷേ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞങ്ങൾ വിജയിച്ചു എന്നുള്ളതാണ്. ഇപ്പം ഇൻഡിവിജ്വൽ അവാർഡ്സിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ടീമല്ല ഞങ്ങളുടേത്. സോ എനിക്ക് ഈ ഒരു വിജയം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലീഗ് വിജയിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് എന്നുകൂടി ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുന്നത്. ഇൻഡിവിജ്വൽ ട്രോഫിക്ക് ഒരു പ്രാധാന്യവുമില്ല എന്ന് അദ്ദേഹം വീണ്ടും പറയുകയാണ്. ടീമിൻ്റെ വിജയത്തിനാണ് പ്രാധാന്യം എന്ന് പറയുന്നു. CR7 കളി തുടരും, അദ്ദേഹത്തിൻ്റെ കാലുകൾ അനുവദിക്കുന്ന കാലത്തോളം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.